ഞാൻ തുറന്നു പറയാം നമ്പ്യാരെ, അവിടെ പൂഞ്ഞാർ പള്ളിയിലുണ്ടായത്. പൂഞ്ഞാർ സെന്റ് മേരീസ് ഫൊറോന പള്ളി എന്ന് പറയുന്ന അവിടെ വികാരി അച്ഛൻ വളരെ മാന്യനായ ഒരു നല്ല വൈദികനാണ്. അതിൽ കൊച്ചച്ഛൻ എന്ന് പറഞ്ഞ ഈ വർഷം പുതുതായിട്ട് കുർബാന ചൊല്ലി ആ പുത്ത കുർബാനയ്ക്ക് ഞാൻ പോയായിരുന്നു. ഇക്കൊല്ലം പുത്ത കുർബാന അർപ്പിച്ച് പുതിയൊരു വൈദികൻ, പാവം കൊച്ചച്ഛനാ. ഒരു പാവം ഇതുപോലെ പാവച്ചനെ കിട്ടുകയില്ല. വികാരിച്ചൻ അവിടെ ഇല്ലായിരുന്നു. ആ സമയത്ത് പള്ളിയിൽ ആരാധനയായിരുന്നു. ആ രസം. ആരാധന ഇല്ലെങ്കിൽ ഈ പ്രശ്നമില്ലായിരുന്നു. ഈ ആരാധനാ സമയത്ത് വണ്ടി 5 അല്ല 8 കാറ്, 3 മോട്ടോർ സൈക്കിൾ. ഇപ്പൊ പോലീസ് എന്തും പറയട്ടെ, ഞാൻ വസ്തുതാപരമായിട്ട് പറയാണ്. 8 കാറും 3 മോട്ടോർ സൈക്കിളിലുമാണ് ഈ പിള്ളേർ അവിടെ എത്തിയത്. ആ പിള്ളേരെന്ന് പറഞ്ഞാൽ 28 എന്ന് ഇപ്പൊ പോലീസ് പറയുന്നത് 27 ആണെങ്കിലും എന്റെ കണക്കിൽ 29 28 28. ഞാൻ ഒരു പയ്യനെ കൂടെ പിടിച്ച് അതിനകത്ത് വിടണമെന്ന് എനിക്ക് നിർബന്ധമൊന്നുമില്ല. പക്ഷെ 28 നിഷേധിക്കാൻ പറ്റില്ല. ആ പിള്ളേരിൽ അറസ്റ്റ് ചെയ്ത് 27 പേര് 10 പേര് അറിയാവോ +1 +2 വിദ്യാർത്ഥികളാണ്. ഒന്നാലോചിച്ച്, പ്രായപൂർത്തിയായിട്ടില്ല. ബാക്കിയുള്ള പിള്ളേരും 25 താഴെയാണ്, 22 താഴെയാണെന്ന് ഞാൻ മനസ്സിലാക്കി. അതുകൊണ്ട് പേര് വരാത്തെ. അപ്പൊ സുപ്രീം കോടതിയുടെ ഡയറക്ഷൻ ഉണ്ട്, പിള്ളേരാണെങ്കിൽ, പ്രായപൂർത്തി കഴിയാത്ത പിള്ളേരാണെങ്കിൽ അവർ പേര് പുറത്തു വിടേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ വന്ന പ്രചരണം എന്താന്ന് വെച്ചാൽ ഇത് പേര് പറയാൻ മടിക്കുന്നത് മുസ്ലിങ്ങളായതുകൊണ്ട് പറയാത്തതാണെന്നാണ് ആരോപണം. പക്ഷെ അത് ശരിയല്ല. പേര് പറയാത്തതിന് കാരണം ഇതാണ്, അവർ കുഞ്ഞുങ്ങളാണ്, അവരുടെ പേര് പറയാൻ പാടില്ല എന്നാണ് നിയമം. ഞാൻ നിങ്ങളോട് പറയാം, ഇവിടെ അതിന്റെ അടിസ്ഥാനത്തിൽ സോഷ്യൽ മീഡിയയിലൊക്കെ മഹാവൃത്തികൾ വരുന്നുണ്ട്. ഈ പിള്ളേരിനകത്ത് മുസ്ലിമും ക്രിസ്ത്യാനി ഹിന്ദു നായരും ഈഴവനും ഒക്കെ ഉണ്ടെന്ന്. പച്ച കള്ളമാണ്. മുഴുവൻ മുസ്ലിം കുട്ടികളാണ്. എനിക്കറിയാം, ഞാൻ അറിയുന്ന പിള്ളേരാ. എന്തിനാ വഴക്കുണ്ടാക്കുന്നത്? പക്ഷെ ആ പിള്ളേരെ കൊല്ലണം എന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. ആ പിള്ളേരെ ചെയ്തത് തെറ്റാണ്. ഇത് ആവർത്തിക്കപ്പെടാൻ പാടില്ല. ഇപ്പൊ ഇത് ആവർത്തിക്കപ്പെടാൻ പാടില്ല എന്ന് മാത്രമല്ല നമ്പേരെ, എനിക്കൊരു ചെറിയ കുഴപ്പമുണ്ടായി. വർഷങ്ങൾക്ക് മുമ്പ് ഈ പള്ളിയുടെ വേറൊരു കുരിശുപള്ളി ഇതേ രീതിയിൽ കുരിശെ കയറിയെന്ന് ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയ ഇട്ട് വലിയ ഇഷ്യൂ ഉണ്ടാക്കി. ആ പിള്ളേരുടെ കേസെടുത്ത് ഇടവേല ഇതുപോലെ ആളുകളെല്ലാം ഓടിക്കലി ബഹളമായി. ഞാനവിടെ ചെന്ന്, ഞാനപ്പോൾ MLA ആണ്. ഞാനവിടെ ചെന്നപ്പോൾ എനിക്ക് വിവരം മനസ്സിലായി. ഞാൻ ആ പിള്ളേരെ നോക്കിയപ്പം അതിനകത്ത് ഹിന്ദു ഉണ്ട്, ക്രിസ്ത്യാനി ഉണ്ട്, മുസ്ലിം ഉണ്ട്. പിള്ളേര് തമാശ കളിച്ചതാണ്. പക്ഷെ സംഭവം കുഴപ്പമില്ല. കുരിശെ കയറി ചവിട്ടി നിൽക്കുക, കുരിശിന്റെ മുകളിൽ കയറി നിന്ന് ഫോട്ടോ എടുക്കുക, തലേ കുത്തി നിന്ന് ഫോട്ടോ എടുക്കുക എന്നൊക്കെ എന്തൊരു മോശമാണ്. ഞാൻ പോലീസ് അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. പോലീസ് അറസ്റ്റ് ചെയ്തു, വളരെ കാർന്നന്മാരെ വരുത്തി. എന്നിട്ട് ആ പിള്ളേരുമായിട്ട് സംസാരിച്ച് വിചാരിച്ചു നല്ല അച്ഛനാണ്, അച്ഛനോട് ഞാൻ സംസാരിച്ചു. അച്ഛൻ ക്ഷമിക്കാൻ തയ്യാറായി. അങ്ങനെ പള്ളിയിൽ പോയി ഷേവ് പറഞ്ഞു, സ്റ്റേഷൻ ഷേവ് പറഞ്ഞു, കേസ് അങ്ങനെ ഒരു പ്രശ്നം തീർത്തു വിട്ടു. ആ ഓർമ്മ വെച്ചോണ്ട് ഇപ്പോഴും പൂഞ്ഞാറിലെ ജനങ്ങളുടെ വിചാരം എന്നെ കാണുമ്പോൾ തീർക്കാൻ ചെന്നതെന്ന്. ഞാനല്ല, അങ്ങനെ തീർക്കണം എന്നൊരാഗ്രഹമില്ല. കാരണം കല്ലറങ്ങാട്ട് പിതാവ് അവിടെ വന്ന് വളരെ ക്ഷുഭിതനായിട്ടാണ് പോയത്. വളരെ ക്ഷോഭിച്ചു പിതാവ്. കാരണം ഒരു വൈദികനെ ഇടിച്ച സംഭവം എന്താ? ആരാധന നടക്കുന്ന സമയത്ത് പള്ളിമുറ്റത്ത് 8 കാറും 3 മോട്ടോർ സൈക്കിളും ചെയ്ത് ചാടിയിരിക്കുകയാണ്. ആ പള്ളിയുടെ നേരെ മുൻവശത്തൊരു ഓട പൊക്കിക്കൊണ്ട് കലുങ്ക് വാർത്തോണ്ടിരിക്കുക, പൊക്കി. അതുകൊണ്ട് ചെറിയ തടസ്സം ഉണ്ടാകും വണ്ടി യാത്ര ചെയ്യുന്നത്. അത് മുതലാക്കി ഈ പള്ളിയുടെ ഗ്രൗണ്ടോട് ചാടി കയറുന്നത്. ഇവരതൊന്നുമല്ല, ഇവരങ്ങനെ ചുമ്മാ കയറുക. ഈ പിള്ളേർ തമാശ കളിച്ച് നടക്കുന്ന പിള്ളേരാ. അവര് കയറി ബഹളം വെച്ച് അതിൽ ഈ സൈലൻസർ തുറന്നു വെക്കും. ഭയങ്കര സൗണ്ടാ. അപ്പൊ ആരാധന നടക്കല പിള്ളേർ. അതുകൊണ്ടാണ് കൊച്ചച്ഛൻ നോ എന്ന് പറഞ്ഞാൽ അച്ഛൻ മിണ്ടുകല. അച്ഛൻ വന്ന് പറഞ്ഞപ്പോ ഇമാര് പിന്നെയും വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കേണ്ട, അച്ഛൻ ഗേറ്റ് പൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇമാര് പോകല്ലേ, മാർഗമില്ലല്ലോ. അപ്പൊ പള്ളിയുടെ ഗേറ്റ് അങ്ങ് പൂട്ടാന്ന് പറഞ്ഞ് പോയപ്പോഴത്തേക്കാണ് ഈ കാറ് അച്ഛൻ്റെ ഇരിക്കുന്നത്. ദൈവാനുഗ്രഹം കൂടെ അച്ഛൻ രക്ഷപ്പെട്ടില്ലെങ്കിൽ അച്ഛൻ ഇപ്പൊ ശവടക്ക് അച്ഛന്റെ കഴിയുമായിരുന്നു. അത്രയും മോശമായ ഇടപാടാണ് ആ പിള്ളേരിൽ നിന്നുണ്ടായത്. വലിയ ദുഃഖമുണ്ട്. ഏതായാലും പോലീസ് ആദ്യം തമാശ കളിച്ചു. പ്രതികളെ ആദ്യം പോലീസ് പറഞ്ഞത് അത് അച്ഛൻ ആശുപത്രിയാണെങ്കിൽ തിരിച്ചു വരും മൊഴി തന്നേരം, കേസെടുത്ത സ്റ്റേഷനോട്ട് വരാൻ പറഞ്ഞ നാറി പോലീസാണ് കേട്ടതിലുള്ളത്. എന്തുമായിട്ട് അതിന് ഊളത്തിലൊക്കെ നടന്നു. പക്ഷെ അതൊക്കെ മാറി. അത്ര ഡിവൈഎസ്പി നേതൃത്വത്തിൽ പോലീസ്, സർക്കിൾ ഇൻസ്പെക്ടർ ഉൾപ്പെടെ എല്ലാവരും, SI ഉൾപ്പെടെ എല്ലാവരും വന്നു. ഇപ്പൊ എല്ലാവരും ബോധമുണ്ടായി. ആ ഡിവൈഎസ്പിയുടെ ഉറങ്ങാതെ നടന്ന പ്രതികളെ മുഴുവൻ അറസ്റ്റ് ചെയ്തു. അങ്ങനെയൊക്കെ ഇനി പോലീസിനെ കുറ്റം പറഞ്ഞ് ദൈവം ശിക്ഷിക്കുന്ന അഭിപ്രായക്കാരനെ. അവര് പിള്ളേരുടെ പേര് വരാത്ത കാരണം ഇതാണ്. അത് 10 പേര് ജുവനൈൽ കോടതിയിലാണ്. ജുവനൈൽ കോടതി ഹാജരാക്കി അവരെ റിമാൻഡ് ചെയ്യുക. ജുവനൈൽ ഇവിടെ ഉണ്ട്, നമ്മുടെ തിരുവഞ്ചൂർ അവിടെ സ്ഥാപനത്തിലുണ്ട് ആ പിള്ളേര്. ബാക്കി 17 307 ആണ്. ഈ 27 പേരുടെ പേര് എടുത്തിരിക്കുന്ന കേസ് 307. ജാമ്യമില്ല. മറ്റവന്മാരെ കാക്കനാട്ടേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. അവരെ അവിടെ റിമാൻഡ് ചെയ്തിട്ടുണ്ടാവും. അതെന്തായെന്ന് എനിക്ക് റിമാൻഡ് ചെയ്യുന്നതാണ് ഞാൻ കേട്ടത്. അപ്പൊ അതിന് 307 ജാമ്യം കൊടുക്കാൻ പറ്റില്ല. പക്ഷെ എൻ്റെ ഒരു കാഴ്ചപ്പാട് എന്താന്ന് ചോദിച്ചാൽ,
ഇങ്ങനെ പിള്ളേരെ കയറൂരി വിടാവോ? അത് ഈരാറ്റുപേട്ടക്കാർ നമ്മൾ ഞാൻ ഈരാറ്റുപേട്ടക്കാരനാണ്, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇന്നലെ ഇവിടെ കുറെ മാന്യന്മാരെന്ന് പറയുന്ന മാന്യത കുറഞ്ഞവന്മാരെല്ലാം കൂടെ ഒരു മീറ്റിംഗ് വെച്ചു ഇവിടെ. ഏത് മതസൗഹാർദ്ദം എന്ന് പറഞ്ഞു. മതസൗഹാർദ്ദ മീറ്റിംഗ് വെക്കേണ്ട കാര്യം തന്നെ. അവിടെ അച്ഛൻ്റെ അടി കൊടുത്ത അച്ഛൻ ആശുപത്രിയിൽ ഇറങ്ങുന്നതിനപ്പം സൗഹാർദ്ദം വെക്കണോ? ആ ഫൊറോനാപ്പള്ളി വിചാരിച്ച് പാവത്തിൽ ചെന്ന് വിളിച്ചോണ്ട് അച്ഛൻ തെറുകെട്ടും എടുത്ത് അച്ഛൻ പള്ളിയിൽ നിന്ന് സ്ഥലം വിടുന്ന ഇതയായി. ആ അച്ഛനെ കൂടെ നശിപ്പിച്ചു വെറുതെ. അതിനകത്ത് ഫൊറോനാപ്പള്ളി വിചാരി ഒരു ഇത്രയും ശുദ്ധനും വൈദികനും നല്ല വൈദികനും ജനിക്കാനില്ലാത്തൊരു നല്ല വൈദികനാ. അങ്ങനെ ഇമാരി എന്ന് വിളിച്ച് മതസൗഹാർദ്ദം എല്ലാവരും ഉണ്ടെന്ന് പറഞ്ഞ അച്ഛൻ ചെന്നപ്പം SDPI-യും പോപ്പുലർ ഫ്രണ്ടും പിന്നെ ഇവിടുത്തെ സ്ഥിരം കക്ഷികളുണ്ട് കുറെ ഗുണമില്ലാത്തവന്മാർ. അമ്മാരുടെ മീറ്റിംഗ് അച്ഛൻ അതിൽ കയറി അച്ഛൻ വളരെ മാന്യമായിട്ട് 2 വാക്ക് പറഞ്ഞ് പോകുന്നെങ്കിലും സോഷ്യൽ മീഡിയ വന്ന എന്താ അച്ഛൻ കുഞ്ഞാറുപള്ളി അച്ഛനെ കുറ്റം പറയുന്നത് സോഷ്യൽ മീഡിയ വന്ന് പോലെ. ആ വൈദ്യന്റെ ഗതികേടെന്ന് ആലോചിച്ച് ഞാൻ പറഞ്ഞത് ഈ പ്രചരണം നടത്താൻ എല്ലാവർക്കും സുഖ. വളരെ ബ്ലണ്ടായിട്ട് ഞാൻ പറയാം, ഇതിൽ പങ്കെടുത്ത 29 എന്റെ കണക്ക് 29 മുസ്ലിം കുട്ടികളാണ്. അതിനൊരു മാറ്റമില്ല. ആരുടെയും എനിക്കറിയാം, പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ അതിൽ 10 പേര് വളരെ വ്യക്തമായിട്ട് ഈ 18 വയസ്സ് ചെയ്യാത്ത കുഞ്ഞുങ്ങളാണ്. 18 എന്നല്ല 16, 17 വന്നു. അവരെ ഇപ്പോൾ ജുവനൈൽ കോടതി വെച്ചിട്ടുണ്ട്. പിന്നെയുള്ളവരെ അവരും ഈ പറഞ്ഞ 25 വയസ്സ് താഴെയാണ്. പക്ഷെ അതിന് ഇച്ചിരി ശക്തമായ നടപടി സ്വീകരിക്കാൻ പാടില്ലായിരുന്നു എന്ന് എനിക്ക് സംശയമുണ്ട്. ഞാൻ ഒന്നുകൂടെ പഠിക്കാതെ ഞാനത് പറയുന്നില്ല. ഇതാണ് യഥാർത്ഥ സത്യം. അവിടെ ഞാൻ ചെല്ലുമ്പോൾ സംഭവം പേര് അതും കേട്ടു. ഈ സംഭവം ഉണ്ടായി, അച്ഛൻ വിളിച്ചു. ആ നിമിഷം ഞാൻ അവിടെ ചെല്ലുമ്പോൾ 5 6 പേരെ അവിടെ ഉള്ളൂ. അത് കഴിഞ്ഞ് വന്നവരെല്ലാം അങ്ങ് വികാരം കൊണ്ടു. ഞാൻ പോലും കടന്ന് വിഷമിച്ചു. എന്നോട് മാത്രമല്ല ചെയ്ത് നമ്മുടെ MP അതിൽ MP കൂവിക്കാറി ഓടിച്ചു. ഇങ്ങനെ MP മാന്യനായതുകൊണ്ട് മാന്യത വെച്ച് അവിടെ നിന്ന് പാവും. MLA മിണ്ടാൻ മിണ്ടിച്ചില്ല, മയക്ക് നിർത്തണം നിർത്തിച്ചു. ഇതെല്ലാം കണ്ടോണ്ട് ഞാൻ അവിടെ നിൽപ്പുണ്ട്. മനസ്സിലായില്ലേ? കാരണം ജനവികാരം അത്ര വലുതായിരുന്നു. ആ ജനവികാരത്തെ കുറ്റപ്പെടുത്താനും നമുക്ക് കഴിയില്ല. കാരണം അത് എങ്ങനെ കുറ്റപ്പെടുത്തും നമ്മള്? മനസ്സിലായില്ലേ? ഇത് നമുക്ക് തടയേണ്ടതാ. ഇത് ഇനി മേലിലുണ്ടാകാൻ പാടില്ല. ഇങ്ങനൊന്നും പിള്ളേരെ കയറൂരി വിടരുത്. അത് തന്നെയല്ല, ഈരാറ്റുപേട്ട എന്റെ പഞ്ചായത്തിൽ, എന്റെ മുനിസിപ്പാലിറ്റി ഇവിടെ ഹെൽമെറ്റ് ധരിക്കുന്നവർ കുറവാണ്. മനസ്സിലായല്ലോ? ഏറ്റവും കൂടുതൽ ഈ കുഴപ്പമുണ്ടാക്കുന്ന സ്ഥലം ഏതാണെന്ന് പറയുന്നില്ല. ഒരു സ്ഥലം മോശമൊക്കെ ശരിയില്ല, അവിടെ ക്യാമറ പോലും ഇല്ല. അരിത്രപ്പള്ളിയുടെ ക്യാമറ ഉണ്ടോ? ജനനിര അരിത്രപ്പള്ളി പള്ളി പോകുന്നവരെല്ലാം എല്ലാ മോട്ടോർ സൈക്കിളും അരിത്രപ്പള്ളി. മനസ്സിലായില്ല? ഈരാറ്റുപേട്ട ഏറ്റവും വലിയ കുഴപ്പമുള്ള സ്ഥലമല്ല അരിത്രപ്പള്ളി. അവിടെ കൊണ്ടേ ക്യാമറ വെച്ചിരിക്കുന്നത്. എന്നാൽ ഏറ്റവും കൂടുതൽ റബഡിസവും എല്ലാ വൃത്തികേടും എല്ലാം സ്ഥിരം പഴക്കമുള്ള ഒരു സ്ഥലമുണ്ട് ഇവിടെ. അങ്ങനെ 2 സ്ഥലങ്ങളുടെ ഈരാറ്റുപേട്ട 2ഇടത്തും ക്യാമറയില്ല. ഒറ്റ ഒരുത്തൻ ഹെൽമെറ്റ് വെച്ച് പോകുന്നത് ഞാൻ കണ്ടിട്ട് മോട്ടോർ സൈക്കിളിൽ. ആരുടെ കുഴപ്പമാണ്? പോലീസിന് കുഴപ്പമല്ലേ? പോലീസ് എന്തിനാ ഇങ്ങനെ നാരുത്തരം കാണിക്കുന്നത്? ഹെൽമെറ്റ് ക്യാമറ വെക്കുന്നെങ്കിൽ ഏറ്റവും കൂടുതൽ കുറ്റം ചെയ്യുന്ന സ്ഥലത്ത് വേണ്ട ക്യാമറ കൊണ്ട് വെക്കാൻ. അത് വെക്കല. ആരിത്രപ്പള്ളി മിനിറ്റ് പള്ളിയിൽ വരുന്നവരെല്ലാം കുറ്റം ചെയ്യാൻ വരുന്നുണ്ട്. പള്ളി രാവിലെ കുർബാന കാണാൻ വരുന്നവരൊക്കെ ഇങ്ങനെ ഊളത്തരമൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പോലീസിന്റെ ഭാഗത്ത്. എന്ത് ചെയ്യാനാണ്?